Hi guys, welcome back to Lovely's House. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചില്ലി ചിക്കനുമായിട്ടാണ്. എങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോഴേക്ക് കേട്ട നേരെ വീട്ടിലോട്ട് പോവാം. ഹായ് ഹലോ, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് 2 പ്രാവശ്യം മാഗ്നേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് മാഗ്നേറ്റ് ചെയ്യുന്നതിനായി കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഫസ്റ്റ് കോട്ടിംഗ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കോട്ടിങ്ങിനായുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത കോഴിമുട്ടയിലേക്ക് കോൺഫ്ലോർ, മൈദ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. സെക്കൻഡ് കോട്ടിങ്ങിനായി ചിക്കൻ ഈ മിക്സിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിംഗ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോ പീസായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഓരോ പീസുകളായി ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സ്പ്രിംഗ് ഒനിയൻ, സോയ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് ചില്ലി സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി, ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുപ്പത്തിലരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയും ക്യാപ്സിക്കവും നന്നായി വെന്തു പോവരുത്. ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സ്പ്രിംഗ് ഒനിയൻ ചേർക്കുന്നുണ്ട്.
1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണിത്. ഈ സമയത്ത് ഇതുകൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന ചില്ലി ചിക്കൻ്റെ കളറ് നല്ല ചുവന്നിരിക്കും. നമ്മളിതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.